ഹലോ, ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഋതു കൃഷ്ണ. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ജൂലൈ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങൾ എവിടെ നമ്മുടെ ചാനലുണ്ട്. ജൂലൈ 1 തൊട്ട് 5 വരെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂലൈ 6 തൊട്ട് 12 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ലേൺ ന്യൂ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മുടെ ചാനലിന്റെ പേര്. വൈ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒരു മാസം കഴിയുമ്പോഴേ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മുടെ ചാനലുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു വർഷം കഴിയുകയാണെങ്കിൽ ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്, അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ കൺട്രീസ് ലോങ്സ്റ്റ് റെയിൽ ടണൽ 14.8 കിലോമീറ്റർ ആണ് ആ ടണലിന്റെ നീളം എന്ന് പറയുന്നത്. ഹാസ് ബീൻ കംപ്ലീറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സംസ്ഥാനത്തിലാണ് രാജ്യത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റെയിൽ ടണൽ ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ചോദ്യം. ഏത് സംസ്ഥാനത്താണ്? അത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. ദ റൈറ്റ് ആൻസർ ഈസ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ഋഷികേശ് കർണപ്രയാഗിലാണ് ടണൽ T8 എന്നാണ് ടണലിന്റെ പേര് പറയുന്നത്. The longest rail tunnel in India with a length of 14.8 km has been completed in Uttarakhand. Specifically, it is the Genesee Twin Tunnel എന്നും അതിന് പേരുണ്ട്. ടണൽ നമ്പർ 18 എന്നും അറിയപ്പെടുന്നുണ്ട്. ഓൺ ദ ഋഷികേശ് കർണപ്രയാഗ് റെയിൽ ലൈനിലാണ്. അപ്പോ നമ്മളൊരു സംസ്ഥാനത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം, ഒരു സ്റ്റേറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ. ഉത്തരാഖണ്ഡ് എന്താണ്? ഉത്തരാഖണ്ഡിന്റെ പ്രത്യേകതകൾ എന്താണ്? ഉത്തർപ്രദേശ് വിഭജിച്ച് നിലവിൽ വന്ന സംസ്ഥാനമാണെന്ന് അറിയാലോ. അത് ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. ഉത്തരാഖണ്ഡ് ഓൾസോ നോൺ ആസ് ദ ലാൻഡ് ഓഫ് ഗോഡ്സ്, അല്ലെങ്കിൽ ദേവഭൂമി ഈസ് എ സ്റ്റേറ്റ് ഇൻ നോർത്തേൺ ഇന്ത്യ ഇൻ ദി ഹിമാലയ. ഓക്കെ, പിന്നെ എന്താണ് പറയാനുള്ളത് നോക്കാം നമുക്ക്. പിന്നെ എന്താണ്? ഇറ്റ് ഈസ് നോൺ ആസ് ഫോർ ഇറ്റ്സ് scenic beauty, diverse geography and rich cultural heritage, including numerous Hindu pilgrimage sites. And also, the state was formed on November 9, 2000 when it was carved out of Uttar Pradesh. അല്ലെ, ഉത്തർപ്രദേശ് വിഭജിച്ച് നിലവിൽ വന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നിലവിൽ വന്ന വർഷം 2000 നവംബർ 9. തലസ്ഥാനം ഡെറാഡൂൺ ആണ്. ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ്. അത് മാത്രമല്ല പൂക്കളുടെ താഴ്വര എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. അപ്പൊ പഠിച്ചോളൂ, ദേവഭൂമി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. അപ്പൊ അവിടെയാണ് ഏറ്റവും ലോങ്സ്റ്റ് റെയിൽ വന്നിരിക്കുന്നത്. റെയിൽ ടണൽ, റെയിലല്ല റെയിൽ ടണൽ ആണ്. 14.8 കിലോമീറ്റർ ഉള്ള റെയിൽ ടണൽ വന്നിരിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്, കർണപ്രയാഗിലാണ് അല്ലെ. കർണപ്രയാഗിലാണ് T8 എന്നും അതിന് പേരുണ്ട് അല്ലെ. പിന്നെന്താ പറയാനുള്ളത്? സംസ്കൃതം അവിടുത്തെ ഔദ്യോഗിക ഭാഷ ഏതെന്നറിയോ? സംസ്കൃതമാണ് ഉത്തരാഖണ്ഡിലെ എന്ത് ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ കീ ഫാക്ട്സ് ആണ്. ലൊക്കേഷൻ എവിടെയാണ്? സിറ്റുവേറ്റഡ് ഇൻ ദ നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ, ബോർഡേർഡ് ബൈ ഹിമാചൽ പ്രദേശ്, ടിബറ്റ്, നേപ്പാൾ ആൻഡ് ഉത്തർപ്രദേശ്. അപ്പൊ അതിന്റെ ബോർഡറിൽ വരുന്നത് ഏതൊക്കെയാണ്? ഹിമാചൽ പ്രദേശ്, ടിബറ്റ്, നേപ്പാൾ ആൻഡ് ഉത്തർപ്രദേശ് ആണ്. അത് എവിടെയാണ്? നോർത്ത് വെസ്റ്റേൺ പാർട്ട്, ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ്. It became the 27th state of India on November 9, 2000. Originally named ഉത്തരാഞ്ചൽ എന്നായിരുന്നു ആദ്യം പേര്. പിന്നെയാണ് 2007 ഉത്തരാഖണ്ഡ് എന്നുള്ള പേരിലേക്ക് മാറിയത്. അപ്പൊ ആദ്യത്തെ പേര് എന്തായിരുന്നു? ഉത്തരാഞ്ചൽ എന്നായിരുന്നു. അത് എന്തായി മാറി? ഉത്തരാഖണ്ഡ് എന്നുള്ള പേരിലേക്ക് മാറി. Geography predominantly mountainous with a diverse landscape including snow-capped peaks, glaciers, deep canyons and forests. So these are the key facts about Uttarakhand. ഉത്തരാഖണ്ഡ് എപ്പോഴാണ് ഫോം ചെയ്തത്? നവംബർ 9, 2000 ഫോം ചെയ്തത്. നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ആണ്. ആൻഡ് ബിക്കം ദ 27th സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ അല്ലേ മക്കളെ? ഇനി അടുത്തത് എന്താ നമുക്ക് നോക്കാനുള്ളത്? അതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് ഉത്തരാഖണ്ഡ് ആണ്. ഉത്തരാഖണ്ഡ് ഈസ് ഹോം ടു ദീസ് ഇമ്പോർട്ടന്റ് തിങ്സ് ഇൻ ഇന്ത്യ. എന്തൊക്കെ കാര്യമാണ്? ഹോം ഓഫ് ഓൾഡസ്റ്റ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ, ഹോം ഓഫ് സെക്കൻഡ് ഹയസ്റ്റ് മൗണ്ടൻ ഇൻ ഇന്ത്യ, ഹോം ഓഫ് ഹയസ്റ്റ് ശിവ ടെമ്പിൾ ഇൻ ദ വേൾഡ്, ആൻഡ് ഹോം ഓഫ് ഫസ്റ്റ് പരംവീർ ചക്ര വിന്നർ, home of highest dam in India, the only state in India to have Sanskrit as official language. നമ്മൾ പറഞ്ഞല്ലോ, സംസ്കൃതം ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഒരേ ഒരു സംസ്ഥാനം അത് ഏതാണ്? അത് ഉത്തരാഖണ്ഡ് ആണ് അല്ലെ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്? അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം നിലവിൽ വന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്.
നമാമി ഗംഗ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം അത് ഉത്തരാഖണ്ഡാണ്. ടൈഗർ സെൽ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനവും ഉത്തരാഖണ്ഡാണ്. പിന്നെ അവിടുത്തെ വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ, 2-ൽ കൂടുതൽ കുട്ടികളുള്ളവർക്ക് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല എന്നൊരു വ്യവസ്ഥയോടുകൂടിയുള്ള പഞ്ചായത്തി രാജ് നിയമ ഭേദഗതി ബിൽ പാസാക്കിയ സംസ്ഥാനം ഏതാണ്? അത് ഉത്തരാഖണ്ഡ് തന്നെയാണ് കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ് പറയാനുള്ളത്? ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ് സിംബൽസ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നിലവിൽ വന്ന വർഷം അറിയാലോ, 2000 നവംബർ 9-നാണ്. തലസ്ഥാനം ഡെറാഡൂൺ ആണ്. സംസ്ഥാന മൃഗം കസ്തൂരി മാനാണ് കേട്ടോ. സംസ്ഥാന പക്ഷി ഹിമാലയൻ മൊണോലാണ്. സംസ്ഥാന പുഷ്പം ബ്രഹ്മകമലാണ് കേട്ടോ. അപ്പൊ ഇതാണ് ദ സ്റ്റേറ്റ് സിംബൽസ് ഓഫ് ഉത്തരാഖണ്ഡ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യമാണ്. വിച്ച് സ്റ്റേറ്റ് ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു ലോഞ്ച് ഇ വോട്ടിംഗ് ത്രൂ മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ മുനിസിപ്പൽ ബോഡി ഇലക്ഷൻ? അല്ലെ, ഇ വോട്ടിംഗ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. മൊബൈൽ ആപ്ലിക്കേഷൻസ് ആണ്. ഇ വോട്ടിംഗ് ത്രൂ മൊബൈൽ ആപ്ലിക്കേഷൻ ഫോർ മുനിസിപ്പൽ ബോഡി ഇലക്ഷൻസ്. ഓരോ വേർഡിനും അതായത് ഇമ്പോർട്ടന്റ് ഉണ്ട്. ഓക്കെ, മുനിസിപ്പൽ ബോഡി ഇലക്ഷൻസ്. റൈറ്റ് ആൻസർ ഈസ് ഏതാണ് മക്കളെ? ബീഹാർ ആണ്. ബീഹാർ പിയന്യൂസ് ദ മൊബൈൽ ബേസ്ഡ് ഇ വോട്ടിംഗ് ഇൻ ഇന്ത്യ. അല്ലെ, ബീഹാറിലാണ് തുടങ്ങിയിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ വോട്ടിംഗ് സംവിധാനം ബീഹാറിലെ നഗരസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചിരിക്കുകയാണ്. പട്ന, രോഹ്താസ്, ഈസ്റ്റ് ചമ്പാരൻ ജില്ലകളിലെ 6 കൗൺസിലുകളിലേക്ക് ജൂൺ 28-ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഈ വോട്ടിംഗ് നടത്തിയത്. ബീഹാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിലും ആപ്പിലുമാണ് ഈ വോട്ടിംഗ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. പോളിംഗ് ബൂത്തിലെത്താൻ പ്രയാസമുള്ള മുതിർന്ന പൗരന്മാർ, ഗർഭിണികൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയ വോട്ടർമാർക്കാണ് ഈ വോട്ടിംഗ് ചെയ്യാനായിട്ട് അനുവദിച്ചത്. അല്ലാതെ എല്ലാവർക്കും അല്ല. ഈ പോളിംഗ് ബൂത്തിൽ എത്താൻ പ്രയാസമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വോട്ടിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നമുക്കറിയാം ബീഹാറിനെ കുറിച്ച് കീ ഫാക്ട്സ് അബൌട്ട് ബീഹാർ എന്തൊക്കെ കാര്യങ്ങളാണ്. ബീഹാർ ഈസ് എ സ്റ്റേറ്റ് ഇൻ ഈസ്റ്റേൺ ഇന്ത്യ with a rich history and culture. It's known for being the birthplace of Buddhism and Jainism. അപ്പോൾ ബുദ്ധിസത്തിന്റെയും ജൈനിസത്തിന്റെയും ബർത്ത് പ്ലേസ് എവിടെയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്? ബീഹാറിലാണ് അല്ലെ. And for ancient learning centers like Nalanda University. Bihar was a center of the ancient Magadha kingdom, which played a crucial role in the development of Buddhism and Jainism. So it is a birthplace of Buddhism and Jainism. Nalanda University പ്രത്യേകത എന്താണ്? The world first residential university ആണ് Nalanda. Was located in Bihar and attracted scholars from across Asia. അല്ലെ, ഈ ബീഹാറിനെ പ്രാചീന കാലത്ത് മഗധ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. അവിടെ പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറവ് എന്നുള്ളതാണ് കണക്കെടുപ്പ് കേട്ടോ. അതുപോലെ തന്നെ ജനസാന്ദ്രത ഏറ്റവും കൂടിയ സംസ്ഥാനമാണ്. എന്നാൽ സാക്ഷരത അവിടെ കുറവാണ്. ജനസംഖ്യയിലെ 3-ാം സ്ഥാനത്താണ്. മൈഥിലി ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനമാണ്. 2016 ഏപ്രിൽ 1 മുതൽ മദ്യനിരോധനം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ്. GST ബിൽ പാസാക്കിയ 2-ാമത്തെ സംസ്ഥാനവും ഏത് തന്നെയാണ്? ബീഹാർ തന്നെയാണ്. അവിടെ സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ. അപ്പൊ സ്ത്രീകൾക്ക് 35% സ്ത്രീകൾക്കാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ബീഹാർ തന്നെയാണ്. ബീഹാറിലെ ഡിജിറ്റൽ സാക്ഷരത വളർച്ചയ്ക്ക് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരത അഭിയാൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ബർത്ത് പ്ലേസ് ഓഫ് റിലീജിയൻസ്. ബീഹാർ ഈസ് കൺസിഡർഡ് ആസ് ദ ബർത്ത് പ്ലേസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം നമ്മൾ പറഞ്ഞു. ബീഹാർ ഈസ് ഹോം ടു വേരിയസ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ഇൻക്ലൂഡിംഗ് ദ മഹാബോധി ടെമ്പിൾ ഇൻ ബോധ്ഗയ where Buddha attained enlightenment. അല്ലെ, അപ്പൊ ബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? ബോധ്ഗയ. അത് മഹാബോധി ടെമ്പിൾ. അത് എവിടെയാണ് മക്കളെ? അത് ബീഹാറിലാണ്. ലൊക്കേഷൻ: ബീഹാർ is situated in eastern India bordering Nepal, Uttar Pradesh, Jharkhand and West Bengal. Capital ഏതാണ്? പാട്ന is the capital city of Bihar. അല്ലെ, പിന്നെ പറയാനുള്ളത് പോപ്പുലേഷൻ. ഇറ്റ് ഈസ് ദ തേർഡ് മോസ്റ്റ് പോപ്പുലേറ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ നമ്മൾ പറഞ്ഞു. യങ് പോപ്പുലേഷൻ: ബീഹാർ ഹാസ് എ ഹൈ പ്രൊപ്പോർഷൻ ഓഫ് യങ് പീപ്പിൾ വിത്ത് ഓൾമോസ്റ്റ് 58% ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ ബിലോ ദ ഏജ് ഓഫ് 25. അപ്പോൾ ഏറ്റവും കുറവ് 25 വയസ്സിന് താഴെയുള്ളവരിൽ 58% എവിടെ തന്നെയാണ്? യങ് പോപ്പുലേഷൻ. എവിടെ തന്നെയാണ്? ബീഹാറിൽ തന്നെയാണ്. അഗ്രികൾച്ചർ: ബീഹാർ ഹാസ് fertile land and agriculture is a significant part of its economy. അല്ലെ, minerals: the state has deposit of minerals like bauxite, mica and coal. അപ്പോൾ മിനറൽസും അഗ്രികൾച്ചറും എല്ലാം റിച്ച് അല്ലെ, എല്ലാം റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റ്
അതുപോലെ തന്നെ അഗ്രികൾച്ചർ റിച്ച് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫെർട്ടൈൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ മിനറൽസ് റിച്ച് സ്റ്റേറ്റ് ആണ് ഇത് ബീഹാർ. ടൂറിസത്തിലും അത് തന്നെയാണ് അല്ലെ. ബീഹാർ അട്രാക്ട്സ് ടൂറിസ്റ്റ് വിത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് റിലീജിയസ് സൈറ്റ്സ്. ബുദ്ധിസവും അതുപോലെ തന്നെ ബുദ്ധിസവും ജൈനിസത്തിന്റെ ബർത്ത് പ്ലേസ് ആണ്. അപ്പൊ പിന്നെ ടൂറിസം അട്രാക്ട് ചെയ്തില്ലെങ്കിലാണ് അത്ഭുതമുള്ളൂ അല്ലെ. പിന്നെ എന്താണ് പറയാനുള്ളത് അതിന്റെ കാര്യം? സ്റ്റേറ്റ് സിംബൽസ് ഓഫ് ബീഹാർ ആണ്. സ്റ്റേറ്റ് സിംബൽസ് നിലവിൽ വന്ന വർഷം അറിയാലോ അല്ലെ, 1986 നവംബർ 1 തന്നെയാണ്. തലസ്ഥാനം പാട്ന. സംസ്ഥാന മൃഗം കാളയാണ് കേട്ടോ. സംസ്ഥാന പക്ഷി അങ്ങാടിക്കുരുവിയാണ്. സംസ്ഥാന പുഷ്പം കച്ച്നാർ ആണ്. സോ ദീസ് ആർ ദ സ്റ്റേറ്റ് സിംബൽസ് ഓഫ് ബീഹാർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A new flowering plant species named Begonia nichurium was recently discovered in which state? വീണ്ടും ഒരു സംസ്ഥാനത്തിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ബെഗോണിയ നൈഷറിയം. നിങ്ങൾക്ക് തന്നെയല്ലേ വായിക്കുക, എങ്ങനത്തെ പ്രൊണൗൺസിയേഷൻ. ഓക്കെ, അപ്പോ അത് എവിടെയാണ്, ഏത് സംസ്ഥാനത്താണ് അത് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ്. ദ റൈറ്റ് ആൻസർ ഈസ് അരുണാചൽ പ്രദേശിലാണ്. ഏത്? ബെഗോണിയ നൈഷറിയം വാസ് റീസെന്റ് ഡിസ്കവേർഡ്. ഓക്കെ, അപ്പോ അരുണാചൽ പ്രദേശിന്റെ കീ ഫാക്ട്സ് നമുക്ക് നോക്കാം. അരുണാചൽ പ്രദേശ് ഓൾസോ known as land of dawn light mountains is a northern eastern Indian state known for its stunning natural beauty, rich biodiversity and diverse tribal culture. അതുപോലെ തന്നെ എന്താണ് പറയാനുള്ളത്? It is the largest of the 7 sister states and shared international borders with the Bhutan, Myanmar and a disputed border with China. Okay, അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്? ചുവന്ന മലകളുടെ നാട് എന്നാണ്. അരുണാചൽ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ചുവന്ന മലകളുടെ നാട് എന്നാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണല്ലേ, അതുകൊണ്ട് തന്നെ അതിനെ പ്രഭാത കിരണങ്ങളുടെ നാട് എന്നാണ് അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നത്. ഉദയസൂര്യന്റെ നാട് എന്നും അറിയപ്പെടുന്നുണ്ട് അല്ലെ. ഓർക്കിഡ് സംസ്ഥാനം എന്നും അറിയപ്പെടുന്നുണ്ട്. വടക്കുകിഴക്ക് സംസ്ഥാനങ്ങളിലെ ഏറ്റവും അധികം വിസ്തീർണമുള്ള സംസ്ഥാനമാണ്. വനവിസ്തൃതിയിലെ 2ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ പ്രചാരത്തിലുള്ള സംസ്ഥാനമാണ്. പിന്നെ എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. അതുപോലെ തന്നെ ബൊട്ടാണിസ്റ്റുകളുടെ പർദീസ എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. EGPF അറിയോ? EGPF അതായത് ഇലക്ട്രോണിക് ജനറൽ പ്രൊവിഡന്റ് ഫണ്ട്. അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ്. ഏത്? അരുണാചൽ പ്രദേശ്. ഒരു ഭാഷയുണ്ട്, ഈ കൊറോ ഭാഷ എന്നാണ് ആ ഭാഷയെ പറയുക. അത് പ്രചാരത്തിലുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ് കേട്ടോ. അപ്പോ ഇത്ര കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഇനിയും പറയാനുണ്ട്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്. ജോഗ്രഫി. അരുണാചൽ പ്രദേശ് ഈസ് പ്രൈമറിലി ഹില്ലി റീജിയൻ ആണ് അല്ലെ. ഒരുപാട് മലകളും കുന്നുകളും ചെരുവുകളൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ് അല്ലെ. It has a wide range of climates from subtropical in the south to alpine in the north. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി. The state boasts incredibly biodiversity with over 500 orchid species അല്ലെ. അതുകൊണ്ട് തന്നെ ഓർക്കിഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് അരുണാചൽ പ്രദേശ് അറിയപ്പെടുന്നത്. കൾച്ചറൽ ഡൈവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 26 മേജർ ട്രൈബ്സിന്റെ ഹോമാണ് ഇത് അരുണാചൽ പ്രദേശ്. ഓവർ 100 സബ് ട്രൈബ്സ് ഈച്ച് വിത്ത് ഇറ്റ്സ് ഓൺ യൂണിക് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭാഷകൾ, ഏറ്റവും കൂടുതൽ ഇത്രയും ട്രൈബ്സ് അവിടെ ഉണ്ട് അല്ലെ. 26 മേജർ ട്രൈബ്സും അതുപോലെ തന്നെ 100 സബ് ട്രൈബ്സ് ഒക്കെ ഉള്ളത് കാരണം തന്നെ ഒരുപാട് പ്രാദേശിക ഭാഷകളുടെ പ്രചാരത്തിലുള്ള ഒരു സംസ്ഥാനമാണ് ഏത്? അരുണാചൽ പ്രദേശ് കേട്ടോ. പിന്നെന്താണ്? The state is the first in India to be touched by the morning sun with the Dong Valley receiving the first rays. പ്രഭാത കിരണങ്ങളുടെ നാട് അല്ലെ. സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അല്ലെ. It was formerly known as the North Eastern Front Agency. NEFA, North East Frontier Agency എന്നാണ് ഇത് ആദ്യം ബ്രിട്ടീഷ് ഭരണകാലത്തൊക്കെ ഇതിങ്ങനെയാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ് പറയാനുള്ളത്? While English is the official language, over 30 languages and dialects are spoken by various tribes. അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണ് കേട്ടോ. ഇംഗ്ലീഷ് ആണ്. പിന്നെ it's a popular tourist destination offering attractions like the Tawang Monastery, La Paz and various national parks and wildlife sanctuaries. എല്ലാം അല്ലെ ടൂറിസ്റ്റിനെ വളരെയധികം അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ് അരുണാചൽ പ്രദേശ്. Agriculture is the primary economic activity with tourism also playing a growing role അല്ലെ. പിന്നെ എന്താണ് പറയാനുള്ളത്? അതിന്റെ സ്റ്റേറ്റ് സിംബൽസ് ആണ്. എന്തൊക്കെയാണ് അറിയാം? നിലവിൽ വന്ന 1987 ഫെബ്രുവരി 20 നിലവിൽ വന്നത്. തലസ്ഥാനം ഇറ്റാനഗറാണ്. സംസ്ഥാന മൃഗം മിഥുൻ. ഓക്കെ, സംസ്ഥാന പക്ഷി വേഴാമ്പലാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിൽ കിടക്കാം. 4ാമത്തെ ചോദ്യം. Who is the youngest Indian captain to win a test match abroad? അപ്പോ വിദേശത്ത് ടെസ്റ്റ് മത്സരം ജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ക്യാപ്റ്റൻ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ശുഭ്മാൻ ഗിൽ ആണ് അല്ലെ. ശുഭ്മാൻ ഗിൽ become the youngest Indian captain to win a ടെസ്റ്റ് മാച്ച് ഓവർസീസ്. പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ബർമിംഗ്ഹാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ചരിത്ര വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് അല്ലെ.
അവിടെ ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് വിജയമാണ്. ഇവിടെ ബർമിംഗ്ഹാമിലെ എമിങ്സ്റ്റൺ സ്റ്റേഡിയത്തില് ഇന്ത്യയുടെ ആദ്യത്തെ ടെസ്റ്റ് വിജയമാണിത്. ഈ സ്റ്റേഡിയത്തിൽ ഒരു ഏഷ്യൻ ടീം ടെസ്റ്റ് മത്സരം ജയിക്കുന്നത് ആദ്യമായിട്ടാണ്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ആദ്യ ജയം കുറിച്ച ശുഭ്മാൻ ഗിൽ ഒട്ടേറെ റെക്കോർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. എന്തായിരുന്നു ആദ്യത്തെ റെക്കോർഡ് എന്ന് പറയുന്നത്? വിദേശത്ത് ടെസ്റ്റ് മത്സരം ജയിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ ക്യാപ്റ്റൻ, ഒരു ടെസ്റ്റിൽ തന്നെ ഇരട്ട ശതകവും അതുപോലെ തന്നെ 150-ലേറെ റൺസും ഒരുമിച്ച് നേടുന്ന ആദ്യ താരം എന്നീ റെക്കോർഡുകളാണ് 25-കാരനായിട്ടുള്ള ഗിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു ടെസ്റ്റില് 400 റൺസിലേറെ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഗിൽ മാറിയിരിക്കുകയാണ്. ഏഷ്യക്ക് പുറത്ത് ഇന്ത്യ റൺ അടിസ്ഥാനത്തിൽ നേടുന്ന ഏറ്റവും വലിയ ചരിത്ര വിജയമാണ് ഇത്. 336 റൺസ് എന്ന് പറയുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഒരു ടെസ്റ്റില് 1000 റൺസ് എന്ന നേട്ടം കുറിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റനായി മാറിയതോടെയാണ് അല്ലേ. സോ ഹി ഈസ് ദ യങ്ങസ്റ്റ് ഇന്ത്യൻ ക്യാപ്റ്റൻ ടു വിൻ എ ടെസ്റ്റ് മാച്ച് അബ്രോഡ്. ദ റൈറ്റ് ആൻസർ ഈസ് ശുഭ്മാൻ ഗിൽ. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഫസ്റ്റ് വുമൺ ഫൈറ്റർ പൈലറ്റ് ഇൻ ദ ഇന്ത്യൻ നേവി? ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ആരാണ്? ആസ്ത പൂനിയ. ഓക്കെ, ദ റൈറ്റ് ആൻസർ ഈസ് ആസ്ത പൂനിയ, ദ ഫസ്റ്റ് വുമൺ ഫൈറ്റർ പൈലറ്റ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് എന്ന ചരിത്ര നേട്ടം ഉത്തർപ്രദേശിൽ നിന്നുള്ള ആസ്ത പൂനിയ സ്വന്തമാക്കിയിരിക്കുകയാണ്. വിശാഖപട്ടണത്തെ INS ദേഗിയിൽ നിന്ന് അഡ്വാൻസ് ജെറ്റ് ട്രെയിനിങ് പൂർത്തിയാക്കിയ സബ് ലെഫ്റ്റനന്റ് ആസ്ത പൂനിയ ജൂലൈ 1-നാണ് വിങ്സ് ഓഫ് ഗോൾഡ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഫ്ലൈറ്റ് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് നാവികസേന നൽകുന്ന ഏവിയേറ്റർ ബാഡ്ജ് ആണ് ഏത്? വിങ്സ് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ആറാമത്തെ ചോദ്യം, വിച്ച് ഡേ ഈസ് കൺസിഡർഡ് ആസ് ദ വേൾഡ് പോപ്പുലേഷൻ ഡേ? അപ്പോ എന്താണ് വേൾഡ് പോപ്പുലേഷൻ ഡേ എന്നാണ് ചോദ്യം. എന്താണ്? The right answer is ജൂലൈ 11. World Population Day is celebrated on 11th July to highlight the challenges of the growing population and promote awareness on health and sustainability. So the right answer is July 11. ഈ ജൂലൈ മാസത്തില് ഓരോ ദിവസത്തിനും ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒരു ദിവസത്തിൽ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. എല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് പറയാൻ സമയം കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഓരോ ദിവസത്തെ പ്രത്യേകത നമുക്ക് നോക്കാം. അതായത് ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നാഷണൽ ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1 ആണ്, കാനഡ ഡേ ജൂലൈ 1 ആണ്, നാഷണൽ പോസ്റ്റൽ വർക്കർ ഡേ ജൂലൈ 1 ആണ്. അങ്ങനെ ജൂലൈ 1 ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 1 ജൂലൈ അല്ലെ, നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആണ് അല്ലെ, ഡോക്ടർമാരുടെ ദിവസമാണ് 1 ജൂലൈ എന്ന് പറയുന്നത്. In India, Doctors' Day is observed on the 1st July to mark the importance of doctors in our life. അല്ലെ, നമ്മുടെ നിത്യജീവിതത്തിൽ ഡോക്ടർമാരുടെ ഇമ്പോർട്ടൻസ് ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലെ. This day is also meant to commemorate the medical industry and its advancement. And 1st July is a National Postal Worker Day. National Postal Worker Day is observed every year on 1st July to thank and appreciate all men and women who work consistently and diligently to deliver all our mails and packages. And 1st July is the Canada Day. Canada Day is celebrated annually on the 1st of July and it is a statutory holiday. Canada Day ke holiday aanu parayunnathu. This day marks namukkalla ട്ടോ. This day marks the anniversary of the formation of the Union of the British North American provinces in the Federation under the name of Canada. Canada Day also means fireworks and the year biggest nationalist party. Okay, so 1st July നമുക്ക് ആവശ്യം നാഷണൽ ഡോക്ടേഴ്സ് ഡേയും അതുപോലെ നാഷണൽ പോസ്റ്റൽ വർക്കർ ഡേയും ഏതെന്ന് തന്നെയാണ് 1st ജൂലൈ ആണ്. അടുത്തത് ചാർട്ടർ അക്കൗണ്ടന്റ് ഡേ. പോസ്റ്റൽ ഡേയും CA ഡേ ഒക്കെ എന്താണ്? ഒരു ദിവസമാണെന്ന് മനസ്സിലായില്ലേ? US പോസ്റ്റേജ് സ്റ്റാമ്പ്. അപ്പൊ പോസ്റ്റലായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും എപ്പോ തന്നെയാണ്? ജൂലൈ 1 തന്നെയാണ് അല്ലെ. The Institute of Chartered Accountants of India was established 1st July 1949. So as in India is marked as the Chartered Accounts Day. It is the second largest professional accounting and finance body in the world. So CA Day എന്താണ്? 1st July ആണ്. 1st July National US Postage Stamp Day. National US Postage Stamp Day is celebrated on 1st July every year to commemorate the existence of postage stamps and is used for sending letters and to appreciate the extraordinary works of all the philatelists. Okay. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം, who has been elected as the new police chief of Kerala? കേരളത്തിലെ പുതിയ പോലീസ് മേധാവി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. The right answer is Ravada A. Chandrasekharan. The right answer is Ravada A. Chandrasekharan. അപ്പൊ കേരളത്തിലെ പുതിയ പോലീസ് മേധാവിയായിട്ട് റവാഡ എ ചന്ദ്രശേഖരൻ ജൂലൈ 1 ചുമതലയേറ്റിരിക്കുകയാണ്. DGP S. ദർവേഷ് സാഹിബിന്റെ പിൻഗാമിയായിട്ടാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷണൽ ഇന്റലിജൻസ് ബ്യൂറോ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന ചന്ദ്രശേഖരന്റെ നിയമനം.
പോലീസ് മേധാവിയുടെ താൽക്കാലിക ചുമതല വഹിച്ച ADGP H വെങ്കടേഷിൽ നിന്നാണ് ചന്ദ്രശേഖർ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്. 1991 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള റവാഡ ആന്ധ്ര സ്വദേശിയും കൂടിയിട്ടാണ്. അപ്പോൾ 2027 ജൂലൈ 1 വരെയാണ് ഇത് കാലാവധി. ഓക്കെ, ഇതിന് മുന്നുള്ള ആളുടെ കാലാവധി. അപ്പൊ ജൂലൈ 1-ന് നമ്മുടെ കേരളത്തിലെ പുതിയ പോലീസ് മേധാവി ചുമതല ഏറ്റിരിക്കുകയാണ് അല്ലെ. അടുത്ത ചോദ്യം 8ാമത്തെ ചോദ്യമാണ്. ഹു ഈസ് ദ ലോങ്സ്റ്റ് സർവിംഗ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇസ്രായേൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ബെഞ്ചമിൻ നെതന്യാഹു ആണ് കേട്ടോ. അദ്ദേഹം എന്തൊക്കെ പേരുകളാണെന്നറിയോ? മിസ്റ്റർ സെക്യൂരിറ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൈം മിനിസ്റ്റർ എന്നീ വിശേഷണങ്ങൾക്കും വിമർശനങ്ങൾക്കും അദ്ദേഹം പാത്രമായിട്ട് മാറിയിട്ടുണ്ട് അല്ലെ. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി പദത്തിൽ നീണ്ട കാലഘട്ടത്തോളം നിലകൊണ്ട് ലോക രാഷ്ട്രീയത്തില് നിർണായക ശക്തി കേന്ദ്രമായി മാറിയ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ പശ്ചാത്തലത്തിൽ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയിട്ട് ജൂൺ 13-നാണ് ഇസ്രായേൽ ആക്രമണ പരമ്പര ആരംഭിച്ചത്. ഇസ്രായേലും പലസ്തീനും തമ്മിൽ അരങ്ങേറുന്ന സംഘർഷവും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, പേപ്പറുകളിൽ എപ്പോഴും കാണുന്നതാണ് അല്ലെ. 2023 ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ തുടർച്ചയായി തിരിച്ചടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഗാസയിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതവും മനുഷ്യാവകാശ ലംഘനങ്ങളും ഇസ്രായേലിലും അതുപോലെ തന്നെ നെതന്യാഹുവിനെതിരെയാണ് രാജ്യാന്തര തലത്തിൽ ഏറെ വിമർശനങ്ങൾ ഉയർത്തുന്നത്. കാരണം എന്താണ്? ഹമാസ് ആയുധം താഴെ വെക്കുകയും ബന്ദികളെ മോചിപ്പിക്കുകയും ചെയ്താൽ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് ആരുടെ? ബെഞ്ചമിന്റെ വാദം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വർഷം പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയാണ്. വലതുപക്ഷ രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള ലിക്വിഡ് പാർട്ടി അധ്യക്ഷനായിട്ടുള്ള നെതന്യാഹു 17 വർഷക്കാലത്തോളം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പദത്തിലുള്ള നേതാവായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേലിലെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ 6 തവണയാണ് മന്ത്രിസഭ നിലവിൽ വന്നിട്ടുള്ളത്. ഇസ്രായേലിനോടൊപ്പം സ്വതന്ത്ര പലസ്തീനിലും അതുപോലെ തന്നെ എതിർ നിലപാടുമുള്ള നേതാവും കൂടിയിട്ടാണ് നെതന്യാഹു ട്ടോ. ശക്തിയുള്ളവർക്ക് മാത്രമേ അതിജീവിക്കാനാകൂ എന്ന ആദർശം മുറുകെ പിടിച്ച് വിട്ടുവീഴ്ചകൾക്കൊന്നും തയ്യാറാകാതെ ഹമാസിനെ നിലം പരിശാക്കാനുള്ള പോരാട്ടത്തിലാണ് താൻ എന്നാണ് ആര് പറയുന്നത്? ബെഞ്ചമിൻ പറയുന്നത്. ആക്രമണ പ്രത്യാക്രമണങ്ങളെ കുറിച്ച് മിസ്റ്റർ സെക്യൂരിറ്റി എന്നും ക്രൈം മിനിസ്റ്റർ എന്നുമുള്ള വിശേഷണങ്ങൾക്കും അതുപോലെ തന്നെ വിമർശനങ്ങൾക്കും നടുവിലാണ് 75 വയസ്സുകാരനായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു. ഓക്കെ, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം എവിടെയായിരുന്നു? ബെഞ്ചമിൻ നെതന്യാഹു വാസ് ബോൺ ഇൻ എവിടെയാണ്? 1949 ഒക്ടോബർ 21-ന് എവിടെയാണ്? ടെൽ അവീവിൽ ചരിത്രകാരനായിട്ടുള്ള ബെൻസിൻ നെതന്യാഹുവിന്റെയും സിലാ സഗാറിന്റെയും മകനായാണ് ബിബി എന്ന ഒമനപ്പേരുള്ള ബെന്യാമിൻ അല്ലെങ്കിൽ ബെന്യാമിൻ എന്നും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബെഞ്ചമിൻ എന്നുള്ള പേരും കാണുന്നുണ്ട്. ബെന്യാമിൻ അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജനനം. അപ്പൊ ബിബി എന്നാണ് അദ്ദേഹത്തിനെ കുട്ടിക്കാലത്ത് വിളിച്ചുകൊണ്ടിരുന്നത്. കുടുംബത്തോടൊപ്പം US-ലായിരുന്നു ബാല്യകാലം. 1967 ഇസ്രായേൽ പ്രതിരോധ സേനയിൽ ചേർന്ന നെതന്യാഹു 1972 ടെൽ അവീവിൽ നിന്ന് ഹൈജാക്ക് ചെയ്ത വിമാനം വീണ്ടെടുത്ത പട്ടാള സംഘത്തിന്റെ അംഗമായിരുന്നു. 1973 യുദ്ധത്തിലും പങ്കെടുത്തിട്ടുണ്ട്. 1976 നെതന്യാഹുവിന്റെ അനുജൻ ജോനാഥൻ കൊല്ലപ്പെട്ടു. അങ്ങനെയാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യാനുള്ള ഉദ്യമം നെതന്യാഹു ജീവിതവ്രതമാക്കിയത്. 1993 ലിക്വിഡ് പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയ നെതന്യാഹു 1996 46-ാം വയസ്സിലാണ് ആദ്യമായിട്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയാകുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഡാം ഇൻ ആഫ്രിക്ക? ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ഡാം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അത് ഏതാണ് മക്കളെ? എന്റെ ഷോർട്ട് ഫോം അറിയായിരിക്കും. GERD. എന്താണ്? ഗ്രാൻഡ് ഇത്യോപ്യൻ റിനൈസൻസ് ഡാം. അത് എന്താണ്? ഇപ്പൊ വാർത്തകൾ ഇടം വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആഫ്രിക്കയുടെ ജീവനാഡിയായിട്ടുള്ള നൈൽ നദി അല്ലെ. നൈൽ നദിയിൽ വൻകിട അണക്കെട്ടുകളും ജലവൈദ്യുത പദ്ധതിയും പൂർത്തീകരിച്ച് ഇതോപ്യയുടെ കുതിച്ചുചാട്ടം നടന്നിരിക്കുകയാണ്. എന്താണ് സംഭവം? ആഫ്രിക്കയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് $500 കോടി ചെലവഴിച്ചിട്ട് നിർമ്മിച്ചിട്ടുള്ള ഗ്രാൻഡ് ഇതോപ്യൻ റിനൈസൻസ് ഡാം. 2011 നിർമ്മാണം ആരംഭിച്ച അണക്കെട്ട് വരുന്ന സെപ്റ്റംബറിൽ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇതോപ്യയുടെ ഊർജ ഉപഭോഗത്തിൽ വലിയ ഉണർവിന് ഈ പദ്ധതി കാരണമാകുമെങ്കിലും അയൽ രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്തും സുഡാനും അണക്കെട്ടിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നൈൽ നദിയിൽ നിന്നുള്ള തങ്ങളുടെ ജലവിഹിതത്തെ പദ്ധതി ദോഷകരമായി ബാധിക്കുമെന്നാണ് അയൽ രാജ്യങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത്. ഈജിപ്തിന്റെ
ശുദ്ധജല വിതരണം മുഴുവനായും തന്നെ നൈൽ നദിയെ ആശ്രയിച്ചിട്ടാണ് ഉള്ളത്. അപ്പൊ നിലവിൽ ലഭിക്കുന്ന ജലത്തിൽ 2% കുറവുണ്ടായാൽ പോലും ഈജിപ്തിലെ 2 ലക്ഷം ഏക്കർ പ്രദേശത്തെ ജലസേചനത്തെ ദോഷകരമായിട്ടാണ് ബാധിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ പദ്ധതി അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയല്ലെന്നും ഒരുമിച്ചുള്ള വികസനത്തിന്റെ താക്കോലാണെന്നാണ് ഇതോപ്യൻ പ്രസിഡന്റ് പറയുന്നത്. അവിടെ ഇതോപ്യൻ പ്രസിഡന്റ് ആരാണ്? അബിയ് അഹമ്മദ് ആണ് കേട്ടോ. 11 രാജ്യങ്ങളോട് ഒഴുകുന്ന 6600 കിലോമീറ്റർ നീളമുള്ള നൈൽ ലോകത്തിലെ തന്നെ ഏറ്റവും നീളമുള്ള നദിയും കൂടിയാണ് അല്ലെ. അപ്പൊ അതിന്റെ എത്ര ദൂരമാണ്? 6600 കിലോമീറ്റർ നീളമുള്ള നൈലാണ്. 11 രാജ്യങ്ങളിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത്. വൈദ്യുതിയുടെ വിപ്ലവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തലസ്ഥാന നഗരമായിട്ടുള്ള അഡീസ് അബായിൽ നിന്ന് 500 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന ഗ്രാൻഡ് ഇതോപ്യൻ റിനൈസൻസ് അണക്കെട്ടിന് 1.8 കിലോമീറ്റർ നീളവും 145 മീറ്റർ ഉയരവുമാണ് ഉള്ളത്. ഇതോപ്യൻ ജനസംഖ്യയിലെ 60%-ത്തിലും ഇനിയും വൈദ്യുതി ലഭിച്ചിട്ടതിനാൽ അണക്കെട്ടിലെ ജലവൈദ്യുത പദ്ധതിയിൽ നിന്നുള്ള വൈദ്യുതോൽപാദനം രാജ്യത്തിന് ഏറെ നിർണായകമാണ്. അവിടെ എന്താണ്? ഇതോപ്യയിൽ 60%-വും എന്ത് ലഭിച്ചിട്ടില്ല? വൈദ്യുതി ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ട് അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമാണ്. 5000 മെഗാവാട്ടാണ് അണക്കെട്ടിലെ ജലവൈദ്യുത നിലയത്തിലെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇതോപ്യയുടെ നിലവിലെ വൈദ്യുതോൽപാദന ശേഷിയുടെ ഇരട്ടിയാണ്. ഈ ദശാബ്ദത്തിലെ അവസാനത്തോടെ ഇതോപ്യയുടെ മുഴുവൻ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. നിലവിൽ അയൽ രാജ്യങ്ങളായുള്ള ജിബൂട്ടിക്ക് 80 മെഗാവാട്ട്, കെനിയയ്ക്ക് 200 മെഗാവാട്ട്, സുഡാന് 100 മെഗാവാട്ട് വീതം വൈദ്യുതി ഇതോപ്യ വിൽക്കുന്നുമുണ്ട്. ഇതിന്റെ അളവ് പുതിയ പദ്ധതി വരുന്നതോടെ എന്താവും? വർദ്ധിപ്പിക്കാനും കഴിയും. ഓക്കെ, അപ്പോ പിന്നെ എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? അപ്പൊ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ജനസംഖ്യയില് 2ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഏത്? ഇതോപ്യ. 12 കോടി ജനങ്ങളാണ് ഇതോപ്യയിൽ ഉള്ളത്. അപ്പൊ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ 2ാമത്തെ സ്ഥാനം. അതില് 60% മാത്രമാണ് അവിടെ എന്തുള്ളൂ? വൈദ്യുതി ഉള്ളൂ. ഇപ്പോഴും ഒന്ന് ആലോചിച്ച് നോക്കണം. 23 കോടി ജനങ്ങളുള്ള നൈജീരിയയാണ് വൻകരയിലെ ജനസംഖ്യാ കണക്കില് 1ാമതുള്ളത്. 5 വർഷക്കാലം മുസോളിനിക്ക് ഇറ്റലിക്ക് കീഴിലായത് ഒഴിച്ചാൽ ഇതോപ്യ അതിന്റെ ചരിത്രത്തിൽ മറ്റു രാജ്യത്തിന്റെയും കോളനിയായിരുന്നിട്ടില്ല എന്ന പ്രത്യേകതയുമുണ്ട്. ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇതോപ്യ എന്നാണ് മുഴുവൻ പേര്. ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് ഇതോപ്യ എന്നാണ് മുഴുവൻ പേര്. അഡീസ് അബാബയാണ് തലസ്ഥാനം. എറിട്രിയയിലുള്ള രക്തരൂക്ഷിത യുദ്ധം അവസാനിപ്പിച്ചതിന്റെ പേരിൽ ഇതോപ്യ പ്രസിഡന്റ് അബിയ് അഹമ്മദിന് 2019 സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2019 അവിടുത്തെ ഇതോപ്യയിലെ പ്രസിഡന്റിന് എന്തും ലഭിച്ചിട്ടുണ്ടായിരുന്നു? സമാധാനത്തിനുള്ള നോബൽ സമ്മാനവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ GERD എന്താണ് ഫുൾ ഫോം? GERD, ഗ്രാൻഡ് ഇതോപ്യൻ റിനൈസൻസ് ഡാം. എത്ര കോടി രൂപയാണ് അതിന് ചെലവാക്കുന്നത്? 500 കോടി രൂപയല്ലാണ്ട് $500 കോടി ചെലവഴിച്ച് നിർമ്മിക്കുകയാണ് ഗ്രാൻഡ് ഇതോപ്യൻ റിനൈസൻസ് ഡാം. അപ്പോൾ 5000 മെഗാവാട്ടാണ് അണക്കെട്ടിന്റെ ജലവൈദ്യുത നിലയത്തിന്റെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, അത് 10ാമത്തെ ചോദ്യമാണ്. വിച്ച് ഇന്ത്യൻ സിറ്റി വിൽ ഹോസ്റ്റ് ദ 2025 വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് മക്കളെ? ഏതാണ്? The right answer is New Delhi. Okay. അപ്പോൾ ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ 2025 സെപ്റ്റംബർ 27 മുതൽ അതുപോലെ തന്നെ ഒക്ടോബർ 5 വരെ നടക്കുന്ന 12ാം പതിപ്പിനാണ്. അപ്പൊ 2025 സെപ്റ്റംബർ 27 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടക്കാനായിട്ട് പോകുന്നത്. 2025 സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 5 വരെ നടക്കുന്ന 12ാം പതിപ്പിനാണ് ന്യൂഡൽഹി വേദിയാകാൻ പോകുന്നത്. ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യ ആദ്യമായാണ് ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ബ്ലേഡ് കൃത്രിമകാലുള്ള വിരാജ് എന്ന ആനയാണ് 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത്. ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോളിവുഡ് താരം കങ്കണ റണൌട്ട് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ത്യ വേദിയാകാൻ പോകുന്നത്. PCA പ്രസിഡന്റ് ആരാണ്? PCA എന്ന് പറഞ്ഞാൽ അറിയാലോ, PCI, പാരാലിമ്പിക്സ് കമ്മിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് PCIന്റെ ഫുൾ ഫോം. ദേവേന്ദ്ര ജജാരിയാണ് PCIയുടെ നിലവിലെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി കഴിഞ്ഞ വർഷം 2024 11ാമത് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ജപ്പാനിലെ കോബാണ്. അപ്പൊ 2025 വേദിയാകാൻ പോകുന്നത്
ഇന്ത്യയിലാണ്, ഇവിടെ ന്യൂഡൽഹിയിലാണ് അല്ലെ. 33 സ്വർണം ഉൾപ്പെടെ 87 മെഡലുകൾ നേടിയ ചൈന മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയിട്ടുണ്ടായിരുന്നു. 6 സ്വർണം ഉൾപ്പെടെ 17 മെഡലുകളുമായിട്ട് ഇന്ത്യ 6ാമതായി. അപ്പൊ ഇനി നമുക്ക് ഒന്നാമതാവാൻ ശ്രമിക്കാം അല്ലെ, ഒന്നാമതാവാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. അപ്പോ 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം അത് ന്യൂഡൽഹിയാണ്. അതിന്റെ അംബാസിഡർ ആരാണ്? ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ബോളിവുഡ് താരം കങ്കണ റണൌട്ട് ആണ് കേട്ടോ. അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. സെക്കൻഡ് വീക്കിലെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.